ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി. ശുഭാംശുവിന് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനറ്റ് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത്. ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് സ്പേസ് എക്സിൻ്റെ MV ഷാനോൺ കപ്പൽ കരയ്ക്കെത്തിക്കും. ജൂൺ 25-ന് ആരംഭിച്ച ദൗത്യം പലതവണ മാറ്റിവെച്ച വിക്ഷേപണത്തിന് ശേഷം ജൂൺ 26-നാണ് ആക്സിയം 4 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ പരീക്ഷണം അടക്കം നിരവധി ഗവേഷണങ്ങൾ ISS-ൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു. വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം 236 കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നുണ്ട്. 4 ഘട്ടങ്ങളായാണ് ഡ്രാഗൺ പേടകത്തെ ഭൂമിയിൽ എത്തിച്ചത്. ചൊവ്വ പുലർച്ചെ നടന്ന ഓർബിറ്റ് ജ്വലനത്തോടെ പേടകം ഭൂമിയിലേക്ക് വഴി തിരിച്ചു. ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഭൗമ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ജ്വലനം നടന്നു. ഇതിനിടെ സൗരോർജ പാനൽ ഉൾപ്പെടുന്ന ഭാഗം വേർപെടുത്തി. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്ന് 10 മിനിറ്റോളം പേടകവുമായുള്ള ആശയവിനിമയം നിലച്ചു. പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗം നിയന്ത്രിച്ച് കടലിലിറക്കി. കാലാവസ്ഥയും പരിഗണിക്കുന്നുണ്ടായിരുന്നു. സ്പേസ് എക്സിൻ്റെ റിക്കവറി ടീം പേടകം വീണ്ടെടുത്ത് കപ്പലിലെത്തിച്ചു. നാസയുടെ ജോൺസൺ സ്പേസ് സെൻറ്ററിലെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ സംഘത്തെ ഒരാഴ്ച പാർപ്പിക്കും. ഭൂഗുരുത്വ ബലമടക്കമുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് ഇത്. ശുക്ല ആഗസ്റ്റ് 1 ഇന്ത്യയിലെത്തും. കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, ടിബോർ കാപ്പു, സാവോസ് യു വിസ്കിസ്കി എന്നിവരാണ് ആക്സിയം 4 ദൗത്യത്തിലെ മറ്റുള്ളവർ. ISROയുടെ 7 ഉൾപ്പെടെയുള്ള 60ഓളം പരീക്ഷണങ്ങൾ നടത്തി. നാസയുടെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിൻ്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ ദൗത്യ കമാൻഡർ പെഗ്ഗി വിറ്റ്സനാണ് ആദ്യം പുറത്തിറങ്ങിയത്. രണ്ടാമതായി ശുഭാംശുവും പുറത്തിറങ്ങി. പിന്നാലെ പോളണ്ടിൽ നിന്നുള്ള സാവോസ് യുസ്കിസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരും പുറത്തേക്ക് വന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടമാണ് ശുഭാംശു ശുക്ല കൈവരിച്ചത്.